ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സിന്റെ പാർട്ടിൽ ലോജിക് ഗേറ്റുകൾ എന്നൊരു പാർട്ട് നമുക്ക് കാണാൻ കഴിയും. ലോജിക് ഗേറ്റുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഗേറ്റുകളാണ് എന്ത് ലോജിക് ഗേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ സർക്യൂട്ടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗേറ്റുകൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാനുള്ള ഗേറ്റുകളെയാണ് നമ്മൾ ലോജിക് ഗേറ്റ്സുകൾ എന്ന് പറയുക. കുറച്ച് ഓപ്പറേഷൻസ് ആണ്, ലോജിക് ഓപ്പറേഷൻസ് ആണ് അത് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലോജിക് ഗേറ്റുകൾ എന്ന് പറയാം. നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലോജിക് ഗേറ്റുകൾ എന്ന് മാത്രമാണ് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ മേഖലയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എന്ത് പറയാം, ലോജിക് ഗേറ്റുകൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒരു പാഠം എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ടഫാണെന്നൊന്നും വിചാരിക്കരുത്. ഇവിടുന്ന് വന്നിട്ടുള്ള 2 PYQs നമുക്ക് ഉള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് വന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ മുമ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സെന്റൻസിൽ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇപ്പൊ PSCയുടെ പാറ്റേൺ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ചേഞ്ച് ആയി അല്ലേ. പണ്ട് ഒരു 2018 വരെ അല്ലെങ്കിൽ 20 വരെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ചെറുതായി കണ്ട അവിടെ നമ്മളിപ്പോൾ വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു മാറ്റം എവിടെയും വരാം, നമ്മുടെ HSAയുടെ എക്സാമിനും വരാം. കാരണം കുറച്ച് മുമ്പാണ് നമുക്കുള്ള ഈ PQs ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഏത് ചേഞ്ചിലേക്ക് വേണമെങ്കിലും വരാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് പഠിക്കുകയാണ്, ഈ ലോജിക് ഗേറ്റ്സുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള മേഖല പഠിക്കുകയാണ്. ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പമുള്ളതാണ്. നമ്മുടെ PQ നോക്കുമ്പോൾ 2 ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പമുള്ളതാണ്. ഒന്ന് യൂണിവേഴ്സൽ ഗേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ 2 ഇൻപുട്ടും ഹൈ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഔട്ട്പുട്ട് കിട്ടുന്ന ലോജിക് ഗേറ്റ് ഏതാണ്. ഈ ഒരു 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ ഇനിയും ചോദിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രൂത്ത് ടേബിളുകളും അതുപോലെ തന്നെ ഡയഗ്രാമും ഒക്കെയാണ്. എല്ലാം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് ആ ഒരു ക്ലാരിറ്റി നമ്മൾ ആ കോൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു മേഖലയാണ്. ഉറപ്പായിട്ടും ഒരു ഐഡിയ നമുക്ക് ഈ ലോജിക് ഗേറ്റുകളെ കുറിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ നിന്ന് എന്ത് പോവില്ല, മാർക്ക് പോവില്ല എന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങാണ്. സിഗ്നലുകൾ എന്താണ്, സിഗ്നലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് സിഗ്നലുകളെ നമുക്ക് 2 ആക്കി തിരിക്കാം. ഓക്കെ, എങ്ങനെയാണ്, അനലോഗ് സിഗ്നലുകൾ എന്നും ഡിജിറ്റൽ സിഗ്നലുകൾ എന്നും. ഓക്കെ, അപ്പൊ സിഗ്നലുകളെ നമുക്ക് 2 ആക്കി തിരിക്കാം. അനലോഗ് സിഗ്നൽ എന്നും ഡിജിറ്റൽ സിഗ്നൽ എന്നും. അനലോഗ്, ഡിജിറ്റൽ, ഈ 2 പറയുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും എന്താണ് അനലോഗ് സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ അനലോഗ് സിഗ്നലുകൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം, ഓക്കെ, അനലോഗ് സിഗ്നലുകൾക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് എന്ത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട് അല്ലെ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് നമ്മൾ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രോസസ്സ് പോണത് അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അനലോഗ് സിഗ്നലുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സിഗ്നലുകൾ, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് സംഭവിക്കുന്ന സിഗ്നലുകളെയാണ് നമ്മൾ എന്ത് പറയാ, അനലോഗ് സിഗ്നലുകൾ എന്ന് പറയാം. ഇതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് അല്ലെ. തുടർച്ചയായി എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയാ, അനലോഗ് സിഗ്നലുകൾ എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ മൂല്യങ്ങൾ എങ്ങനെയായിരിക്കും, അനന്തങ്ങളായിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റ് വാല്യൂസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. തുടർച്ചയായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സിഗ്നലുകളെയാണ് നമ്മൾ എന്ത് പറയാ, അനലോഗ് സിഗ്നലുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നവയാണ്, അനന്തമായ വ്യത്യസ്ത മൂല്യങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഓക്കെ, അപ്പൊ ഒരു AC കറണ്ട് അല്ലെങ്കിൽ AC വോൾട്ടേജ് നമുക്ക് എന്തിനു ഉദാഹരണമായിട്ട് പറയാം, AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് എന്തിനു ഉദാഹരണമായിട്ട് പറയാം, അനലോഗ് സിഗ്നലുകൾക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അടുത്തതാണ് ഡിജിറ്റൽ സിഗ്നൽ എന്താണ് എന്ന് നോക്കി വെച്ചാൽ ഇത്തരം സിഗ്നലുകൾ എന്തിനെയാണ്, 2 കണ്ടീഷനുകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 കണ്ടീഷനുകളെ കാണിക്കുന്ന സിഗ്നലുകളെ നമുക്ക് എന്ത് പറയാം,
കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു വാല്യൂ ആണെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്നു, മറ്റൊരു വാല്യൂ ആണെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സിഗ്നലിനെ പറയാം ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽ. ഈ സിഗ്നലുകൾ രണ്ട് അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഓൺ കണ്ടീഷനും ഓഫ് കണ്ടീഷനും. ഓക്കെ, രണ്ട് അവസ്ഥകളെ സൂചിപ്പിക്കുന്നു, ഓൺ ആൻഡ് ഓഫ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിഗ്നലുകളെ രണ്ടാക്കി തിരിക്കാം, അനലോഗ് സിഗ്നൽ എന്നും ഡിജിറ്റൽ സിഗ്നൽ എന്നും. അനലോഗിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് AC കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിന്റെ മൂല്യങ്ങൾ അനന്തങ്ങളായിരിക്കും. ഓക്കെ, ഇനി ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇത്തരം സിഗ്നലുകൾ എന്താണ്? രണ്ട് അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ, ഓൺ ആൻഡ് ഓഫ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? 1 and 0, സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം അല്ലെ. അപ്പൊ ഡിസ്ക്രീറ്റ് സിഗ്നലുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ നമുക്ക് സീറോസ് ആൻഡ് വൺസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ബൈനറിയിലേക്കൊക്കെ നമ്മൾ വരും. അപ്പൊ സീറോസ് ആൻഡ് വൺസ്, ഈ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒന്നുകിൽ ഒരർത്ഥം, സീറോയ്ക്ക് ഇല്ല എന്നൊരർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ വണ്ണിന് എന്താണ്? ഉണ്ട് എന്നൊരർത്ഥമുണ്ട് അല്ലെ, ഉണ്ട് എന്നൊരർത്ഥമുണ്ട്. ഇനി ഒന്നിന് ട്രൂ എന്നൊരർത്ഥമുണ്ട്, ഇവിടെ ഫാൾസ് എന്നൊരർത്ഥമുണ്ട്. ഇനി ഇവിടെ ഓൺ എന്നൊരു അർത്ഥം വണ്ണിനുണ്ടെങ്കിൽ ഇവിടെ ഓഫ് എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ഇല്ല, ഉണ്ട്, ട്രൂ ആണ്, ഫാൾസ് ആണ്, അതുപോലെ തന്നെ ഓൺ ആണ്, ഓഫ് ആണ്. ഈ ഒരു കണ്ടീഷനെ സൂചിപ്പിക്കുന്ന സിഗ്നലുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഡിജിറ്റൽ സിഗ്നലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കണ്ടീഷനെ ഇന്നതായാൽ ഒരു കണ്ടീഷൻ, വേറെ ആണെങ്കിൽ ഒരു കണ്ടീഷൻ. സീറോസ് ആൻഡ് വൺസിന്റെ കളിയാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിഗ്നലുകളെ രണ്ടാക്കി തിരിക്കും. കണ്ടിന്യൂസ് സിഗ്നൽ, അതായത് അനലോഗ് സിഗ്നൽ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് പോണ സിഗ്നലുകളെയാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയാം. AC അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഡിജിറ്റൽ കറണ്ട് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇത്തരം സിഗ്നലുകൾക്ക് രണ്ട് കണ്ടീഷനുകളാണ് ഉള്ളത്. ഒരു കണ്ടീഷനായ ഇതിനെയൊക്കെ സൂചിപ്പിക്കും, വേറൊരു കണ്ടീഷനായാൽ വേറെ. സീറോസ് ആൻഡ് വൺസ് ആണ് ഓൺ ആൻഡ് ഓഫ് കണ്ടീഷൻ. ഓക്കെ, ഇനി സംഖ്യാസമ്പ്രദായത്തിലെ എല്ലാ കൺവേർഷനും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കൺവേർഷനുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗത്തുള്ള ടെക്സ്റ്റ് ബുക്കിൽ SCRT ആയിക്കോട്ടെ, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഖ്യാസമ്പ്രദായം നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം. നമുക്ക് ഡെസിമൽ സിസ്റ്റം അറിയാം അല്ലെ. ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 0 to 9 വരെയുള്ള നമ്പറിനെയാണ് നമ്മൾ ഡെസിമൽ സിസ്റ്റം എന്ന് പറയാ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെസിമൽ സിസ്റ്റം എന്ന് പറയാ. 9 വരെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ടോട്ടൽ നോക്കുമ്പോൾ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഡെസിമലിന്റെ ബേസ് എന്താണെന്ന് നമുക്ക് പറയാം? 10 ആണ് എന്ന് പറയാം. ഓക്കെ, ഡെസിമൽ സിസ്റ്റം എത്ര മുതൽ എത്ര വരെ സൂചിപ്പിക്കുന്നു? 0 to 9 വരെയുള്ള വാല്യൂനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 നമ്പർ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ 0 to 9 വരെ എന്ന് പറഞ്ഞു വെച്ചാൽ എത്ര നമ്പർ ആണ്? 10 നമ്പറാണ്. ഇങ്ങനെയുള്ള സിസ്റ്റത്തെ, ഇങ്ങനെയുള്ള ഒരു സംഖ്യാ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഡെസിമൽ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. എത്ര മുതൽ എത്ര വരെയുള്ള വാല്യൂ ആണ് അവിടെ വരുന്നത്? 0 to 9 വരെയുള്ള വാല്യൂ ആണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്താണ്? ഡെസിമൽ സിസ്റ്റം ആണെന്ന് പറയാം അല്ലെ. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ നമ്പർ അടിക്കുമ്പോൾ 0 to 9 വരെ ഉണ്ട് അല്ലെ. 0 to 9 വരെയാണുള്ളത്. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ഡെസിമൽ സിസ്റ്റം ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്താണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഖ്യാ സമ്പ്രദായമാണ് ഇത് ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി സിസ്റ്റത്തിലേക്ക് കടക്കാണ്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവിടെ രണ്ടേ രണ്ട് സംഖ്യകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയൊക്കെ എന്താണ്? നമ്മൾ കൊടുക്കുന്നതൊക്കെ ആൽഫ ന്യൂമറിക് കോഡിലുള്ളതാണ് കൊടുക്കണേ അല്ലെ. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഡിജിറ്റലി എന്താ പറയാ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എക്യുപ്മെന്റ് ആണ് എന്ന് നമുക്ക് കമ്പ്യൂട്ടറിനെ പറയാം അല്ലെ. അപ്പൊ അതിലേക്ക് കൊടുക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ആ മെഷീന് ആകെ അറിയുന്ന ലാംഗ്വേജ് ഏതാണ്? സീറോസ് ആൻഡ് വൺസ് മാത്രമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ആൽഫ ന്യൂമറിക് കോഡിനെ അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള സീറോസ് ആൻഡ് വൺസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായി നമ്മൾ ആസ്കി കോഡുകൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ നമ്പേഴ്സ് അതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കും. ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ A to Z വരെയുള്ള നമ്മുടെ ആൽഫബറ്റ്സിനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നമ്പേഴ്സിനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും സിമ്പിൾസിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്ത അത്രയും ആൽഫ ന്യൂമറിക് കോഡിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ആ മെഷീൻ അറിയുള്ളൂ, എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ എന്ന് അറിയുള്ളൂ അല്ലെ. അങ്ങനെ ബൈനറി കൺവേർഷൻ നടത്തിയിട്ടാണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സുകളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തിലോ നമ്മൾ കൊടുത്തോട്ടെ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനെ എന്താക്കിയിട്ട് മാറ്റണം, ബൈനറി ആക്കി മാറ്റിയാൽ മാത്രമേ മെഷീന് എന്ത് അറിയുള്ളൂ, അതിന്റെ വാല്യൂ അറിയുള്ളൂ. അപ്പൊ ബൈനറി അത്രയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈനറിക്ക് അറിയുന്ന ആകെ 2 വാല്യൂസേ ഉള്ളൂ, അതും കണ്ടീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ബൈനറിക്ക് അറിയുന്ന 2 നമ്പറുകളാണ് സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, 0 1. അപ്പൊ അതിന്റെ ബേസ് എങ്ങനെയാണ്, 2. ഏറ്റവും ചെറുതാണ് അല്ലെ, പക്ഷെ ഏറ്റവും പവർഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഡെസിമൽ സിസ്റ്റം നമുക്ക് അറിയുന്ന സംഖ്യാ സമ്പ്രദായങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡെസിമൽ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. 0 മുതൽ 9 വരെയുള്ള നമ്പർ ആണ് ഇതിലുള്ളത്, ഡെസിമൽ സിസ്റ്റത്തിലുള്ളത്. ഇനി ബൈനറി എന്ന് പറഞ്ഞു വെച്ചാൽ സീറോസ് ആൻഡ് വൺസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഒക്ടൽ എന്ന് പറയുമ്പോൾ ഒക്ടറ്റ് ഒക്കെ നമുക്കറിയാം അല്ലെ. അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് തികയണം എന്നൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. നമ്മൾ തീർച്ചയായിട്ടും കെമിസ്ട്രി അറിയണവരായിരിക്കുമല്ലോ. അപ്പൊ ഒക്ടറ്റ് 8 എന്നുള്ള നമ്പറിനെ സൂചിപ്പിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും നമ്പർ വരിക, 0 ഇരുന്ന് 7 വരെ. ഓക്കെ, അങ്ങനെ 8 നമ്പർ ആണ് ഏത് സിസ്റ്റം എന്ന് പറയുന്നത്, ഒക്ടൽ സിസ്റ്റം എന്ന് പറയണത്. ഇനി അടുത്താണ് ഹെക്സാഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 0 മുതൽ 15 വരെ ഉള്ളതാണ് ഏത്, ഹെക്സാഡെസിമൽ ട്ടോ. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു വെച്ചാൽ 0 മുതൽ 15 വരെ. അപ്പൊ അതൊന്ന് ഞാൻ എഴുതാണ്, 0 മുതൽ 15 വരെ. 0 എഴുതി, 1 2 3 4 5 6 7 8 9. ഇപ്പൊ എത്ര നമ്പറായി, 10 എണ്ണായി അല്ലെ. ഇനി എത്ര എണ്ണം വേണം, ഇതിൽ 10 എണ്ണായി. ഇനി വേണ്ടത് നമുക്ക് 15 വരെ, 0 to 15 വരെയുള്ള വാല്യൂ ആണ് അല്ലെ. അപ്പൊ 10 ആയി. 11നെ നമ്മൾ എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. 12 13 14 15. ഓക്കെ, അപ്പൊ 11ന് ശേഷം എന്ത് വാല്യൂ ആണ് വരിക, നമുക്ക് എ ആണ് വരിക കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ഏതിൽ കൊടുക്കാൻ, ഹെക്സാഡെസിമലിലേക്ക് കൊടുക്കാൻ. ബേസ് എത്രയാണ്, 16 ആണ് കേട്ടോ. ബേസ് 16 ആയിട്ട് വരുന്നത്. അപ്പൊ 10ന് ശേഷം എന്താണ് ഹെക്സാഡെസിമലില് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്ത് പറയണം, എ ആണ് എന്ന് പറയണം. ഓക്കെ അല്ലേ, എ ആണ് എന്ന് പറയണം. 11 എങ്ങനെയാണ് വരിക, ഹെക്സാഡെസിമലില് AB എന്നുള്ള ആ ഒരു ആൽഫബറ്റ് വെച്ചിട്ടാണ് വരിക. ഓക്കെ, അങ്ങനെ അതിന്റെ ബേസ് എത്രയാണ്, 16. 0 മുതൽ 15 വരെയുള്ള വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ സംഖ്യാസമ്പ്രദായത്തിൽ ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, അതുപോലെ ഹെക്സാഡെസിമൽ ഉണ്ട് എന്ന് പഠിച്ചു. അതിൽ ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ബേസ് എന്ന് പറയുന്നത് 10 ആണ്, 0 മുതൽ 9 വരെ. ബൈനറി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ബൈനറി ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആവശ്യകതയും ബൈനറിയെ കുറിച്ച് തന്നെയാണ്. സോ ബൈനറി എന്ന് പറഞ്ഞു വെച്ചാൽ സീറോസ് ആൻഡ് വൺസ്, 0യും 1ഉം മാത്രമാണ് ഉണ്ടാവുക. അതിന്റെ ബേസ് എന്ന് പറഞ്ഞു വെച്ചാൽ 2 ആണ്. ഇനി ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടറ്റ് ഒക്കെ നമുക്ക് അറിയാം, 8 ആണ് ബേസ്, 0 മുതൽ 7 വരെയാണ്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 16 ആണ് ബേസ്. അപ്പൊ 0 മുതൽ 15 വരെയുള്ള വാല്യൂ ആണ് ഹെക്സാഡെസിമലിൽ വരിക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒന്ന് പറയൂ, ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ബേസ് 10 ആണ്, 0 മുതൽ 9 വരെ വരും. ഇപ്പൊ തന്നെ ഒന്ന് കണ്ണടിച്ച് നോക്കി പറയാ കേട്ടോ, എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവാ. ഡെസിമൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ എന്താണ്, സംഖ്യാ സമ്പ്രദായങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് സംഖ്യാ സമ്പ്രദായങ്ങൾ, അതിന്റെ ബേസ് എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ സ്റ്റേറ്റ്മെന്റിലാണെങ്കിലും കയറി വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബേസ് മുതൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 0 to 9 വരെയുള്ള വാല്യൂ, ബേസ് എത്രയാണ്, 10. ഇനി ഒക്ടൽ ആണെങ്കിലോ 0 to 7 വരെ, അതിന്റെ ബേസ് എത്രയാണ്, 8. ബൈനറി ആണെങ്കിൽ സീറോസ് ആൻഡ് വൺസ് ആണുള്ളത്, ബേസ് എത്രയാണ്, 2 ആണ്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 ആണ് ബേസ്, 0 മുതൽ 15 വരെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സിഗ്നലുകളെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ്, അനലോഗ് സിഗ്നലുകളും ഡിജിറ്റൽ സിഗ്നലുകളും അല്ലേ, അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അടുത്താണ് നമ്മുടെ സംഖ്യാ സമ്പ്രദായം. നമ്മൾ 4 തരത്തിലുള്ള സംഖ്യാ സമ്പ്രദായം പഠിച്ചു. ഏതൊക്കെയാണ്, ഡെസിമൽ, ബൈനറി, ഒക്ടൽ, അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ. എല്ലാത്തിന്റെയും പേര് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം.
ബൈനറി അല്ലെ. ഇതിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ബൈനറി സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആകെ ഏത് നമ്പർ മാത്രമേ ഇവിടെ വരുള്ളൂ? സീറോസ് ആൻഡ് വൺസ്. സീറോയും വണ്ണും മെയിൻ ആണ് കേട്ടോ. അപ്പൊ സീറോയും വണ്ണും ആണ് നമ്മൾ ഈ ബൈനറിയിൽ പഠിക്കുന്നത്. അതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ അല്ലെ. അപ്പൊ ബൈനറി സമ്പ്രദായം, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന സാങ്കേതിക വിദ്യയുടെ ആത്മാവാണ് ബൈനറി സമ്പ്രദായം. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബൈനറി സിസ്റ്റം ആണ്. അതായത് സീറോയിന്റെയും വണ്ണിന്റെയും കളിയാണ് എന്തെന്ന് പറയുന്നത്? ബൈനറി സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന സാങ്കേതിക വിദ്യയുടെ എന്താണ് ഒരു ആത്മാവായിട്ട് നമുക്ക് എന്തിനെ പറയാം? ബൈനറി സംഖ്യയെ പറയാം. ഓക്കെ, ഈ സമ്പ്രദായത്തിൽ സംഖ്യകളെ എന്താണ്? 0 അല്ലെങ്കിൽ ബൈനറി 0 അല്ലെങ്കിൽ ബൈനറി 1 അല്ലെ, സീറോസും വൺസും കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് ഈ ബൈനറി സിസ്റ്റം ആണ്. ഇതിൽ സീറോയും വണ്ണിനെയും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കുള്ള പരിവർത്തനം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഓക്കെ, അതായത് ബൈനറി നമ്പർ നമ്മൾ തന്ന അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 0 ആണ് തരുന്നതെങ്കിൽ സീറോയിന് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി 1 ആണെങ്കിൽ 1 തന്നെയാണ്. 10 ആണെങ്കിൽ 2 ആണ്. 11 ആണെങ്കിൽ 3 ആണ്. 100 ആണെങ്കിൽ 4 ആണ്. ഏതില്? ഇക്വാലന്റ് ഡെസിമല്. അതായത് ബൈനറി 0 ആയാൽ 0 തന്നെയാണ്, 1 ആയാൽ 1. 10 എന്ന് സൂചിപ്പിക്കുന്നത്, അതായത് 1 0 എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഇക്വാലന്റ് നമ്പർ. ഡെസിമലിൽ ഇക്വാലന്റ് ആയിട്ട് വരുന്നത് 2 ആണ്. ഇനി 1 1 എന്ന് കാണിച്ചാൽ അത് 3 ആണ്. 1 0 0 എന്ന് കാണിച്ചു വെച്ചാൽ അത് 4 ആണ്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ? അതിനുള്ള കോഡാണ് അടുത്ത് ഞാൻ പറയാൻ പോണത്. ആ കോഡ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺവേർഷൻ എന്തായിരിക്കും? വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 0 എന്ന് പറയുന്നത് 0 ആണ്, 1 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് എത്തും. ഓക്കെ, കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ചെയ്യും. ആകെ ഒന്ന് ബൈനറി ടു ഡെസിമൽ കൺവേർഷനും അതുപോലെ തന്നെ ഹെക്സാ ഡെസിമലിലേക്കുള്ള ഒരു കൺവേർഷനും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇത് ഏതിന് ഇക്വാലന്റ് ആണ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ. ഓക്കെ, ഇത് വരണം. എന്താണ്, നല്ല വൈഡ് ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അല്ല, ഇനി ലോജിക് ഗേറ്റ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ആ ഗേറ്റുകളെ മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. പക്ഷെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ അല്ലെ. അല്ലാതെ വെറുതെ എന്താണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഈ കൺവേർഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇത് വരുന്നത്, ഇക്വാലന്റ് വാല്യൂ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന കോഡാണ് 8421. ഓക്കെ, 8421. ഇതെന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വാല്യൂ വരും? 8 4 12, 13 14 15. അപ്പോൾ ബേസ് 0 to 15 വരെയുള്ളത് നമ്മൾ ഏത് നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട്? ഹെക്സാ ഡെസിമൽ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹെക്സാ ഡെസിമൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി 9 വരെയുള്ള വാല്യൂ വന്നു കഴിഞ്ഞു വെച്ചാൽ 0 to 9 വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? അതിനെ ഡെസിമൽ ആണെന്ന് പറയാം അല്ലെ. ഒക്ടൽ ആണെങ്കിലോ 0 to 7 വരെയുള്ള വാല്യൂ വരികയാണെങ്കിൽ, ഓക്കെ, 4 2 6 1 7 വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇത് മാറ്റി പിടിച്ചോ. 4 2 6 1 7. അപ്പൊ നമുക്ക് ഏതിനെയും അതിലേക്ക് എഴുതാം. അതായത് ഒക്ടൽ സംഖ്യയും നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് ഏത്? 8421. ഓക്കെ, പഠിച്ചു വെക്കുക. 8421. ഇനി ഇതിലും വലിയ നമ്പറുകൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വരണം അല്ലെ. ചിലപ്പോൾ വരാം. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 4 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് 1 1 1 0 അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ നമുക്ക് അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ എടുക്കാം. ഇനി ഒരു 5 വാല്യൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 0 1 1 1 ഇങ്ങനെ തന്നിട്ട് ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ, ഇത് ബൈനറി ആണ്, സീറോസ് ആൻഡ് വൺസ് മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏത് പറയും? എങ്ങനെ പറയണ അറിയോ? ഈ 0 ഉള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. 1 ഉള്ളതിനെയൊക്കെ കൂട്ടുക. 4 4 + 2 6 6 + 1 7. അപ്പൊ ഈ 0 1 1 1ന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ, അതായത് എന്താണ്, ഡെസിമൽ, ഡിജിറ്റൽ അല്ല സോറി, ഡെസിമൽ നമ്പർ ഏതാണ്?
7 ആണ്. ഓക്കെ, അപ്പൊ 7നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 7നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണതാണ് 1 1 1. ഓക്കെ, 7 ആണ് 1 1 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? നമ്മൾ കൺവേർഷൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ടേബിളിലേക്ക് പോയാലോ. ഇവിടെ നമുക്ക് എത്ര ഡിജിറ്റേ ഉള്ളൂ? അതായത് 1 0 1 1 100 ഇത്രയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് അല്ലെ. 0നെ നമ്മൾ 0 എന്ന് തന്നെ ആക്കും, 1നെ നമ്മൾ 1 എന്ന് തന്നെ ആക്കും. ഈ 1 0യും 1 1ഉം 100ഉം ആണ് നമുക്ക് ഇവിടെ ഡൗട്ട് ഉള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്? ബൈനറി നമ്പർ 1 0 1 1 100 ഇതാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ ഞാൻ എഴുതാണ് എൻ്റെ കോഡ് കേട്ടോ, 8 4 2 1. 8 4 2 1 കോഡ് ഞാൻ ഇവിടെ ഉപയോഗിച്ചു. 8 ആദ്യ കോഡ് 8 4 2 1. ഇതിൽ എനിക്ക് ഡൗട്ട് ഉള്ളത് ഏതൊക്കെയാണ്? 1 0 1 1 1 0 0. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ 1 ഉള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ 1 ഉള്ളത് ഏതിന് നേർക്കാണ്? 2ന് നേർക്കാണ് അല്ലെ. അപ്പൊ 1 0 എന്ന് ബൈനറിയിൽ കാണിച്ചാൽ അത് ഡെസിമൽ വാല്യൂ എത്രയാണ്? 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 2നെയാണ്. ഡെസിമൽ വാല്യൂ 2നെയാണ് നമ്മൾ എന്താക്കി കാണിക്കുക? 1 0 അല്ലെങ്കിൽ 10 എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യണത് 2നെയാണ്. 2 മാത്രമാണ് അവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത്, ബാക്കി 2 മാത്രമാണ് ഓൺ, ബാക്കി ഓഫ് കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്ന ഡെസിമൽ നമ്പർ ഏതാണ്? 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 1 0 എന്നുള്ള ഡെസിമൽ നമ്പർ കൊടുത്താൽ അത് എന്തിന് ഈക്വാലന്റ് ആണ്? 2. 1 0 എന്നുള്ള ബൈനറി കൊടുത്താൽ അത് 2 എന്നുള്ള ഡെസിമൽ നമ്പറിനെയാണ് കാണിക്കുന്നത്. ഇനി 1 1 ആണെങ്കിൽ വേഗം പറയൂ. 1 1 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാം അല്ലെ. ഇതിലും 1 ആണ് ഇതിലും 1 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 1 1 എന്നുള്ള ബൈനറി നമ്പർ ഏത് ഡെസിമൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്? 3നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കിട്ടി. ഇനി ഇവിടെ ഇതും 0 ആണ് ഇതും 0 ആണ്, കൺസിഡർ ചെയ്യേണ്ട. ഏത് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഓൺ കണ്ടീഷൻ ഏതിനെയാണ്? 4നെയാണ് അല്ലെ. അപ്പൊ 4നെ സൂചിപ്പിക്കുന്ന ബൈനറി നമ്പർ ആണ് 1 0 0. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഡെസിമൽ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതല്ലേ നമ്മുടെ ഈ ടേബിളിലുള്ളത്. നോക്കൂ, 0 ആണെങ്കിൽ 0 എന്ന് തന്നെ കാണിക്കും, 1 ആണെങ്കിൽ 1 എന്ന് തന്നെ കാണിക്കും. ഇനി 1 0 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? 1 0 ഏതിനെയാണ് കാണിച്ചത്? 2നെയാണ് കാണിച്ചത്. 1 1 ആണെങ്കിൽ 3നെയാണ് കാണിച്ചത്. ഇനി 1 0 0 ആണെങ്കിൽ 4നെയാണ് കാണിച്ചത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാണ് 8ന് ഇക്വാലന്റ് ആയിട്ടുള്ള നമ്പർ കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ബിറ്റും കൂടെ കൂടും അല്ലേ. 8ന് ഇക്വാലന്റ് ആയിട്ടുള്ളത് പറയുമ്പോൾ നമ്മുടെ കോഡ് എങ്ങനെ വരും? 8421 എന്നുള്ള കോഡിലേക്ക് വരും. അപ്പൊ 8 ആണ് കാണിക്കേണ്ടെങ്കിൽ 8421 എനിക്ക് ഏത് മാത്രം എനേബിൾ ചെയ്താൽ മതി? ഇത് മാത്രം, ബാക്കി എല്ലാം എന്താണ്? 0 ആണ്. അപ്പൊ 1 0 0 0 ഇത് എന്തിലേക്ക് വന്നു? ഹെക്സാഡെസിമലിലേക്ക് വന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഡെസിമൽ നമ്പർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ 0 to 7 വരെ ഉള്ളൂ. 8 വന്നാൽ അത് ഏതിലേക്ക് മാറി? ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് വന്നു. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ 8ന് ഇക്വാലന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏത് പറയണം? 1 0 0 0. ഓക്കെ, 1 0 0 0. ഇങ്ങനെയാണ് 8421 കോഡ്. ഇനിയിപ്പോ ഇവിടെ 4 ഡിജിറ്റ് അല്ല 5 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പുറത്തെ എന്ത് ചെയ്താൽ മതി? ഒരു 16 ഇട്ട് കൊടുത്താൽ. ഇനി 6 ഡിജിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 32 ഇട്ട് കൊടുത്താൽ മതി. ഇനി 7 ഡിജിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു 64 ഇട്ട് കൊടുത്താൽ. ഓക്കെ, ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യാം, ബൈനറി ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യാം, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഓക്കെ ആയി, ഇതുവരെയുള്ളത് ഓക്കെ ആയി. 0നെ 0 എന്ന് കാണിക്കും, 1നെ 1 എന്ന് കാണിക്കും, 10നെ 2, 10 എന്നല്ല 1 0ന് 2 എന്നുള്ളതാണ് ഡെസിമൽ നമ്പർ, 1 1ന് 3 എന്നുള്ളതാണ് നമ്പർ, 1 0 0ക്ക് 4 എന്നുള്ളതാണ് നമ്പർ. ഇനി ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഹെക്സാഡെസിമലും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ 8421 ബിറ്റ് ആണ്. ഓക്കെ, ഇനി അതിനപ്പുറത്തേക്ക് ഒരു ഡിജിറ്റ് വരികയാണെങ്കിൽ നമ്മൾ 8ന്റെ അപ്പുറത്ത് എന്തിട്ട് കൊടുക്കണം? 16 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം.
ഇനി അതിനും അപ്പുറത്തേക്ക് ഒരു വാല്യൂ വരികയാണെങ്കിൽ 32 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യണം. അതിനും അപ്പുറത്തേക്ക് ഒരു ഡിജിറ്റ് വരികയാണെങ്കിൽ 64 എന്നുള്ള ഒരു നമ്പർ കൊടുത്ത് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഒരു വാല്യൂ വരില്ല. വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 2 ചെയ്തിട്ട് അവിടെ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്താണ് ഇൻറ്റു 2 ചെയ്യാൻ കാരണം എന്താണ്? നമ്മൾ ബൈനറി ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ബൈനറിയുടെ ബേസ് എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി ഹെക്സാഡെസിമലിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഇത് ക്ലാരിറ്റി വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പർ ആണ്. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള എന്താണ്? ഡെസിമൽ അല്ല, ബൈനറി ആണ് തന്നിരിക്കുന്നത്. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 8421 അല്ലേ? ഇവിടെ 16, ഇവിടെ 8, ഇവിടെ 4, 2, 1 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇതിൽ 1 ഉള്ള വാല്യൂ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ 16 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട് അല്ലെ. 16, 4, 20, 20 2 22. അപ്പൊ ഈ വാല്യൂ എത്രയാണ്? 22 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി 1111 എന്ന് പറയുമ്പോൾ 8421 എന്ന നമ്പർ ഇട്ട് കൊടുത്തു. 8 4 12, 13 14 15. 15ന് ഇക്വാലന്റ് ആണ് 1111. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 16, 8, 4, 2, 1 എന്നിട്ട് കൊടുത്തു. ഇവിടെ 16ന്റെ അവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്, 4ന്റെ അവിടെ 1ന്റെ അവിടെ. അപ്പൊ 16 4 21 21. 21നെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? 10101 എന്നാണ് സൂചിപ്പിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട? ഒരു ഡിജിറ്റൽ നമ്പർ തന്നു കഴിഞ്ഞു വെച്ചാൽ ഹെക്സാഡെസിമൽ ആയിക്കോട്ടെ, ഡെസിമലിലേക്ക് ആയിക്കോട്ടെ. ഇത് ഡെസിമൽ കൺവേർഷൻ ആണ് കേട്ടോ. അപ്പൊ ഡെസിമലിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? 0 to 9 വരെയുള്ള വാല്യൂ അല്ലേ? അപ്പൊ 22, 15, 21 എന്നുള്ള രീതിയിൽ കിട്ടും. 2 2 അതൊക്കെ 1 5. ഓക്കെ, 2 1. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു 1 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? 32 ആണ്. ഇതിനപ്പുറത്തേക്ക് ഒരു 0 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 64 ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു നമ്പർ പഠിക്കാനേ 16 8 4 2 1. ഓക്കെ, 16 8 4 2 1 ഈ ഒരു രീതിയിലാണ് അവിടെ കൺവേർഷൻ വരുന്നത്. ഇനി ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള പരിവർത്തനം. തിരിച്ചും പരിവർത്തനം ചെയ്യാം. ഡെസിമൽ നമ്പർ ഞാൻ ഒരു 22 തന്നു, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8421 8421 എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇവിടെ എത്രയേ വരുള്ളൂ? 15 വരുള്ളൂ. നമുക്ക് 15 വലിയ വാല്യൂ ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? തൊട്ടിപ്പുറത്തുള്ള നമ്പർ ഇട്ട് കൊടുക്കാം, 16 എന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 22 നമുക്ക് എങ്ങനെയെങ്കിലും കൂട്ടുമ്പോൾ കിട്ടണം. 16 16 4 20 അല്ലെ? 20 2 22 ഇങ്ങനെയല്ലേ 22 കിട്ടുക. അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പറയാണ് എനിക്ക് 61 കിട്ടണം. 61 കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കും 61 കിട്ടുക? 61 ആണ് എനിക്ക് കിട്ടേണ്ട നമ്പർ എങ്കിൽ എങ്ങനെ ഇട്ട് കൊടുക്കണം? ഞാൻ ഇവിടെ ഇത് മൊത്തം കൂട്ടി നോക്കുക. അപ്പൊ ഇവിടെ 15 16 61 എന്തായാലും വരില്ല അല്ലെ? 15 16 കൂടെ കൂട്ടി കഴിഞ്ഞു വെച്ചാൽ 15 15 31 വരെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പുറത്ത് എന്തിട്ട് കൊടുത്തു? 32 പിന്നെ 16 പിന്നെ 8 4 2 1. ഓക്കെ, ഇതിലാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോണത്? 61ന് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പോണം. ഓക്കെ, 32 32 16 ഇവിടെ കൂട്ടാട്ടാ. 32 16 6 2 8 3 1 4 48 വരെ ഇത് രണ്ടും എനേബിൾ ആക്കിയപ്പോൾ കിട്ടി. ഇനി 42 8 അടുത്ത 8 കൂട്ടി. 8 8 16 4 1 5 56 ആയി. 56 56 4 ആ 4 കൂടെ കൂട്ടിയ 60 ആയി. പിന്നെ എനിക്ക് എത്ര മതി? 1 മതി അല്ലേ? അപ്പൊ ഞാൻ ഇത് മാത്രം 0 ആക്കി ബാക്കി എല്ലാത്തിനും എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് 61ന് ഇക്വാലന്റ് ആയിട്ടുള്ള എന്ത് കിട്ടി? ബൈനറി സംഖ്യ കിട്ടി. 61ന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി സംഖ്യ ഏതാണ്? 111101. ഓക്കെ, 111101. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഡ് 32 16 8 4 2
1 എന്നൊക്കെയുള്ള കോഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ LCM കാണുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടിലും വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു നമ്പർ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 8, 4, 2, 1 15 വരെയുള്ളത് വരും. 15ന്റെ അപ്പുറത്തേക്കുള്ള നമ്പർ ആണെങ്കിൽ ഇപ്പുറത്ത് ഒരു 16 ഇട്ട് കൊടുക്കുക. അപ്പോൾ 31 വരെയുള്ള നമ്പർ വരും. ഇനി 31ന് മുകളിലുള്ള നമ്പർ ആണെങ്കിൽ ഇപ്പുറത്തെ ഒരു 32 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ആ വാല്യൂ വരും. ഓക്കെ, 63 വരെയുള്ള നമ്പർ വരും. ഇനി 63നേക്കാളിലും വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ 64 അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, 61ന് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ 1 1 1 1 0 1. ഓക്കെ, ഇതിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരെയും വന്ന് ചെക്ക് ചെയ്യാം കിട്ടിയോ കിട്ടിയില്ല എന്ന്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ആയതുകൊണ്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ 61ന്റെ കാണിച്ചു തരാൻ പോവാണ്, ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്നുകൂടെ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യണത്. ഓക്കെ, അല്ലാതെ ഞാൻ പിന്നെയും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത്. ചിലവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണല്ലോ. ഇലക്ട്രോണിക്സ് എടുത്തവർക്ക് കുഴപ്പമില്ല, ഇലക്ട്രോണിക്സ് പേപ്പറായിട്ട് പഠിക്കാത്തവർക്ക് എന്ത് ഒരു പ്രശ്നം വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് തന്നിരിക്കുന്ന നമ്പർ 61 ആണ് കേട്ടോ. 61 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 61 ആണ് അല്ലെ. 61 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇടണം, 32 16 8 4 2 1 ഇത്രയും സീറോസോ വൺസോ ഇവിടെ വേണം. എന്നാലേ നമുക്ക് ഈ 61 എന്നുള്ള നമ്പറിന് 63 വരെ ആണെങ്കിലാണ് ഇത് കേട്ടോ. 64ലേക്ക് എഗെയിൻ ഇപ്പുറത്ത് എന്ത് വരും, 64 വരും. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്പറിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ ഇതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എവിടെയാണ് 61 എന്നുള്ള വാല്യൂ കിട്ടണമെന്ന് നോക്കുക. അപ്പൊ ആദ്യം ഞാൻ 32നെ കൂട്ടി, 32 16 6 2 8 3 1 4 48 വരെ അവിടെ കിട്ടി. ഇനി അടുത്ത നമ്പർ 8 ആണ് അല്ലേ. അപ്പൊ ആ 8ഉം കൂടെ ഇവിടെ ഇട്ട് കൊടുത്തു. 8 8 16 4 1 5 56 വരെ കിട്ടി. ഇനി എനിക്ക് അപ്പുറത്തെ 4ഉം കൂടെ കൂട്ടിയാൽ എന്താവും, 60 ആവും. പിന്നെ എനിക്ക് ഒരു വാല്യൂം കൂടെ മതി 61ന്. അപ്പൊ ആ 1 ഈ അവസാനത്തെ 1ഉം കൂടെ മതി എനിക്ക്. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ യൂസ് ചെയ്ത വാല്യൂ ആണ്. അതിനൊക്കെ എന്തിട്ട് കൊടുക്കും, 1 1 1 1. ഈ 2 ഇവിടെ ഞാൻ ഉപയോഗിച്ചോ ഇല്ല. ആ 2ഉം കൂടെ ഉപയോഗിച്ച് എന്റെ വാല്യൂ എത്രയാവും, 61ന് പകരം 63 ആവും. അപ്പൊ എനിക്ക് ഈ വാല്യൂ വേണ്ട, അതിനെ ഞാൻ ഓഫ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ എനേബിൾ ചെയ്തു. ഇത് എന്തിന് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ ആയി, ഈ 61ന് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ ആയി. അപ്പൊ ഒരു നമ്പർ തന്നാൽ അതിനെ ബൈനറിയിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇനി ബൈനറി തന്നിട്ട് ചെയ്യുകയാണെങ്കിലും ഇതേ ഇതിൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പോഴും എന്ത് കിട്ടും, ഡെസിമൽ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, ക്ലിയർ, സെറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അതേപോലെ തന്നെ നമുക്ക് ഇനി ഒരൊറ്റ ഇതും കാണാൻ പഠിക്കണം, ഹെക്സാഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോജിക് ഗേറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ.